ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സത്യാമ്മയും രാഘവേട്ടനും ഉറങ്ങാൻ കിടന്നതാണ്. സത്യാമ്മ നല്ല ഉറക്കം. രാഘവേട്ടൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീറ്റിട്ട് കതകും ഗേറ്റും ഒക്കെ തുറന്ന് പുള്ളിക്കാരൻ അങ്ങ് ഇറങ്ങി വെളിയിലോട്ട് നടന്നു പോവുകയാണ്. ഇതൊന്നും ഉറങ്ങിക്കിടക്കുന്ന സത്യാമ്മയോട്ട് അറിയുന്നതുമില്ല. ഈ സമയത്ത് ശ്യാമയോടൊപ്പം ഉറങ്ങാൻ കിടന്ന പപ്പിമോളും ശ്യാമയും രോഹിത്തും അറിയാതെ മോളും അവിടുന്ന് വീട് വിട്ടിറങ്ങി ശാരദാമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ്. പപ്പിമോളെ രാത്രിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് നടന്നു വരുന്നത് കണ്ടുകൊണ്ട് രണ്ട് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറയുന്നു, ദാണ്ടടാ ഒരു കൊച്ചു നടന്നു വരുന്ന കണ്ടോ, കൂടെ ആരുമില്ലെന്നാ തോന്നുന്നത്, വാടാ നമുക്കൊന്ന് നോക്കാം. പപ്പിമോൾ അവരെ കണ്ടോണ്ട് പേടിച്ചോടുവാണ്. ശ്യാമ ഉറക്കത്തിൽ പപ്പിമോളെ ഇങ്ങനെ തൊട്ടു നോക്കുമ്പോൾ പപ്പിമോളെ അവിടെ കാണുന്നില്ല. പെട്ടെന്ന് ചാടി എണീറ്റിട്ട് പപ്പിമോളെ ശ്യാമ അവിടെ എല്ലാം നോക്കുവാണ്. ദൈവമേ, എൻ്റെ മോളിതെവിടെ പോയി? എൻ്റെ കുഞ്ഞിനെ കാണുന്നില്ലല്ലോ. രോഹിത്താനെ കുടിച്ച് ബോധമില്ലാതെ അവിടെ കിടക്കുന്നു. ഓടിച്ചെന്ന് ശ്യാമ, രോഹിത്തെ നമ്മുടെ പപ്പിമോളെ കാണുന്നില്ല, ഒന്ന് എഴുന്നേക്ക് രോഹിത്തെ ഒന്ന് എഴുന്നേക്ക്. രോഹിത്തിനാണെങ്കിൽ യാതൊരു ബോധവും പൊക്കണവുമില്ല. അവനാണെങ്കിൽ എന്തൊക്കെയോ മൂളിഞ്ഞിറങ്ങി അങ്ങനെ കിടക്കുവാണ്. ശ്യാമ പറയുന്നത് എന്തുവാണെന്ന് പോലും അവനറിയില്ല. ആ ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണെങ്കിൽ പപ്പിമോളുടെ പുറകിന് തന്നെ നടക്കുവാണ്. പപ്പിമോൾ ഓടാൻ തുടങ്ങുമ്പോൾ അവന്മാർ ഓടും, പപ്പിമോൾ നടക്കാൻ തുടങ്ങുമ്പോൾ അവന്മാർ നടക്കും. പപ്പിമോൾക്ക് മനസ്സിലായി ഇവന്മാർ പപ്പിമോളെ പിടിക്കാൻ തന്നെയാണ് പുറകിന് വരുന്നതെന്ന്. ഇനി ഒന്നും നോക്കണ്ട, തോമസ് കുട്ടി വിട്ടോടാ എന്ന് പറയുന്ന പോലെ പപ്പിമോൾ അങ്ങനെ ജീവൻ കൈപ്പിടിച്ച് വെച്ചുകൊണ്ട് ഓടുവാണ്. ശ്യാമ കിടന്ന് കരഞ്ഞ് നിലവിളിച്ച് രോഹിത്തിനെ വിളിച്ചിട്ടൊന്നും യാതൊരു പ്രയോജനമില്ല. പെട്ടെന്ന് ശാരദാമ്മയെ ഫോൺ ചെയ്ത് വിളിക്കുവാണ്. ഉറങ്ങിക്കിടന്ന ശ്യാമ വിളിക്കുന്നതൊട്ട് കേൾക്കുന്നതുമില്ല. വീണ്ടും ശ്യാമ വിളിക്കുന്നുണ്ട് ശാരദാമ്മ. ഉറക്കത്തിൽ അങ്ങനെ എങ്ങനെയോ ശാരദാമ്മ ആ ഫോൺ ബെല്ല് കേട്ട് പെട്ടെന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോൾ ശ്യാമയാണ്. ശ്യാമയോ, ഇവളെന്താ ഈ രാത്രി വിളിക്കുന്നത്? എന്താ ശ്യാമയെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശ്യാമ കരഞ്ഞോണ്ട് പറയുന്നു, അമ്മേ പപ്പിമോളെ കാണാനില്ല. പപ്പിമോളെ കാണാനില്ലെന്നോ? നീ എന്തുവാ ശ്യാമയെ പറയുന്നത്? അമ്മേ, രാത്രിയിൽ ഞാൻ ഒരു ഉറക്കം കഴിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അടുത്ത് പപ്പിമോൾ ഇല്ല. ഈ വീട്ടിൽ ഞാൻ എല്ലായിടത്തും നോക്കിയമ്മേ, ഈ വീട്ടിലെങ്ങും അവളെ കാണാനില്ല. ഞാനിനി എന്ത് ചെയ്യുമമ്മേ? എനിക്കൊന്നും അറിയത്തില്ല. രോഹിത്താണെങ്കിൽ വിളിച്ചിട്ട് എഴുന്നേക്കുന്ന പോലുമില്ല. ഈ സമയത്ത് വിഷ്ണുവും ശാലിനിയും കൂടെ നിന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വിഷ്ണു പറയുന്ന, അയ്യോ ശാരദാമ്മ എഴുന്നേറ്റിട്ടെന്നാ. വിഷ്ണു പറയുന്ന, അയ്യോ ശാരദാമ്മ എഴുന്നേറ്റെന്നാ തോന്നുന്നത്. ഞാനിനി നിൽക്കുന്നില്ല, പോട്ടെ. വിഷ്ണുവേട്ട സൂക്ഷിച്ചു പോണേ. ശാലിനിയുടെ കവിളിൽ തലോടിക്കൊണ്ട് വിഷ്ണു പറയുന്നു, താൻ ടെൻഷനാകണ്ട. എൻ്റെ നിരപരാധിത്വം തെളിയിക്കാതെ ഞാൻ ആരുടെയും മുൻപിൽ ചെന്ന് ചാടില്ല. ഞാൻ പോകട്ടെ ശാലിനി, താൻ കരയല്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവും കരഞ്ഞുകൊണ്ട് വിഷ്ണു അവിടുന്ന് നടന്ന് നീങ്ങുവാണ്. ശാരദാമ്മ ഫോൺ ചെയ്യുന്ന ശബ്ദം കേട്ടുകൊണ്ട് ശാലിനി അങ്ങോട്ട് ചെല്ലുവാണ്. എന്താ അമ്മേ? മോളെ ശാലിനി, പപ്പിമോളെ അവിടെ കാണാനില്ലെന്ന്. അയ്യോ, പപ്പിമോളെ കാണാനില്ലെന്നോ? അമ്മ ഫോൺ ഇങ്ങോട്ട് തന്നേ, ഞാൻ ശ്യാമയെ വിളിച്ച് കാര്യം തിരക്കട്ടെ. ശ്യാമേ, എന്താ ഉണ്ടായത്? പപ്പിമോള് നിൻ്റെ അടുത്ത് ഇല്ലേ? ഇല്ല കുഞ്ഞേച്ചി, ഇവിടെ ഒരിടത്തുമില്ല. ഞാനിനിപ്പോൾ നോക്കാൻ ഒരു സ്ഥലവും ഇല്ല. അവക്കൂടെ നിൽക്കാൻ ഇഷ്ടമില്ലെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇനി അങ്ങോട്ടെങ്ങാനും വന്നോന്നറിയാനാ. നീ ടെൻഷൻ അടിക്കാതെ ശ്യാമേ, ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം. അവൾ ഏതായാലും ഇങ്ങോട്ട് വരാനേ നോക്കത്തുള്ളൂ. അപ്പോൾ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കാണാം. ഞാൻ ഉടനെ തന്നെ വരുവാണ്. ശാരദാമ്മ പറയുന്ന, മോളെ പപ്പിമോൾ ഈ രാത്രിയിൽ ഒറ്റയ്ക്ക്. അയ്യോ ദൈവമേ, അമ്മ വിഷമിക്കാതെ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. ഈശ്വര, എൻ്റെ കുഞ്ഞിന് ഒരാപത്തം വരുത്തല്ലേ, ഒരാപത്തം വരുത്താതെ എൻ്റെ ദേവി എൻ്റെ കയ്യിൽ എൻ്റെ കുഞ്ഞിനെ എത്തിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കുവാണ്. പപ്പിമോളിങ്ങനെ അവരെ കാടുവെട്ടിച്ച് ഓടിക്കൊണ്ടിരിക്കുവാണ്. അവന്മാർ പപ്പിമോളെ കണ്ടുപിടിച്ച് പപ്പിമോളുടെ പുറകെ തന്നെ വെച്ച് പിടിച്ചോടി വരുവാണ്. നമ്മുടെ രാഘവേട്ടനാണെങ്കിൽ സ്ഥലകാലബോധം ഒന്നുമില്ലാതെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുവാണ്. താനിത് എവിടെയാണെന്നോ എങ്ങോട്ടാണോ പോകുന്നതെന്നോ ഒന്നും അറിയില്ല. കാല് പോകുന്ന പോക്കിൽ രാഘവേട്ടൻ ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. നടന്ന് രാഘവേട്ടൻ ഒരു വീടിൻ്റെ തിണ്ണയിൽ പോയി ഇരിക്കുവാണ്. അപ്പോഴാ സമയത്ത് റോഡിക്കൂടെ ഓടി വരുന്ന പപ്പിമോള് രാഘവേട്ടനെ കാണുന്നുണ്ട്. രാഘവേട്ടനെ കണ്ടത് പപ്പിമോൾ അങ്ങോട്ട് ഓടി വരുവാണ്. അച്ചച്ചാ അച്ചച്ചാ എന്ന് വിളിച്ചോണ്ട് പപ്പിമോൾ ഓടി വരുന്നുണ്ട് രാഘവേട്ടൻ്റെ അടുത്തോട്ട്. രാഘവേട്ടനാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നതുമില്ല കാണുന്നതുമില്ല. ഏതോ ഒരു ഓർമ്മയിൽ രാഘവേട്ടൻ അങ്ങനെ ഇരിക്കുവാണ്. ഓടി വന്ന പപ്പിമോള് രാഘവേട്ടനെ കെട്ടിപ്പിടിച്ചിട്ട്, അച്ചച്ചാ ദേ നോക്ക് അവരെന്നെ എന്നിങ്ങനെ പറയുമ്പോൾ പപ്പിമോളെ രാഘവേട്ടൻ അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ നോക്കുവാണ്. പപ്പിമോള് രാഘവേട്ടനെ കുലുക്കി വിളിക്കുവാണ്. അച്ചച്ചാ, പപ്പിമോളാ, ഇങ്ങോട്ട് നോക്ക്, ഞാൻ അച്ചച്ചൻ്റെ പപ്പിമോളാ. പപ്പിമോളോ?
പെട്ടെന്ന് പപ്പിമോളെ ഇങ്ങനെ തുറിച്ചു നോക്കുവാണ്. അപ്പോഴാണ് രാഘവേട്ടന് സ്ഥലകാല ബോധം വരുന്നത്. അയ്യോ, പപ്പിമോളെന്താ ഇവിടെ നിൽക്കുന്നത്? അല്ല, ഞാനിതെവിടെ എങ്ങനെ എത്തി? രാഘവേട്ടൻ അങ്ങനെ അമ്പരന്ന് ചുറ്റുപാടും നോക്കുവാണ്. അപ്പോഴേക്കും ആ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അവിടെ ഓടി എത്തിക്കഴിഞ്ഞ്, വാ മോളെ ഇങ്ങോട്ട്, എൻ്റെ മോള വീട്ടിൽ നിന്ന് വഴക്കിട്ടിട്ട് ഇറങ്ങി പോന്നതാ എന്നും പറഞ്ഞ് പപ്പിമോളെ പിടിക്കുമ്പോൾ എന്നെ വിട് അച്ചാച്ചാ എന്നും പറഞ്ഞ് പപ്പിമോള് കരയുവാണ്. രാഘവേട്ടൻ പതുക്കെ എഴുന്നേറ്റിട്ട് രാഘവേട്ടൻ്റെ കയ്യിലിരിക്കുന്ന വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് അവന്മാരെ തല്ലുകയോ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിഷ്ണു അതുവഴി പോകുന്നുണ്ട്. വിഷ്ണു കാണുന്ന പപ്പിമോടെ കരച്ചിലും രാഘവേട്ടൻ അവന്മാരുമായിട്ട് പിടിവലി നടത്തുന്നതൊക്കെ വിഷ്ണു ഇങ്ങനെ കാണുവാണ്. അയ്യോ, എൻ്റെ പപ്പിമോളല്ലയോ അത്? അച്ഛൻ എന്താ ഇവിടെ? അച്ഛൻ ഇവരുമായിട്ട് എങ്ങനെ വഴക്കിടുന്നേ? എൻ്റെ കൊച്ചിനെ വിടറാന്നും പറഞ്ഞ് രാഘവേട്ടൻ കടന്ന് അവനുമായിട്ട് പിടിവലിക്കുവാണ്. അത് കണ്ടോണ്ട് ഓടി വന്ന് വിഷ്ണു അവനെ ഒരൊറ്റ തൊഴി അവനവിടെ തെറിച്ച് താഴെ വീണ് മറ്റവനെ എടുത്തിട്ടങ്ങ് ചാർത്തി വിഷ്ണു. പപ്പിമോള് കരഞ്ഞോണ്ട് ഓടിച്ചെന്ന് വിഷ്ണുവിനെ ഞാൻ കെട്ടിപ്പിടിക്കുവാണ്. വിഷ്ണു അച്ഛാ, എനിക്ക് പേടിയാകുന്നു. അപ്പോഴതുവഴി ഒരു പോലീസ് ജീപ്പ് വരുന്നത് വിഷ്ണു കാണുന്നുണ്ട്. അച്ഛാ, എൻ്റെ മോളെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട് വിഷ്ണു അങ്ങോട്ട് ഓടി മറഞ്ഞു നിൽക്കുവാണ്. ആ പോലീസ് ജീപ്പ് അവരുടെ അടുത്ത് വന്ന് നിർത്തിയിട്ട് അതിൽ നിന്നിറങ്ങി വന്ന പോലീസുകാർ ചോദിക്കുന്നു രാഘവേട്ടനോട്, എന്താ ഇവിടെ? രാഘവേട്ടൻ കരഞ്ഞോണ്ട് പറയുന്നു, നോക്ക് സാറേ, ഇവന്മാർ എന്നെയും എൻ്റെ കൊച്ചിനെയും ഉപദ്രവിക്കുന്നു. പിന്നെ എൻ്റെ മോൻ വന്നിട്ടാ എന്നിങ്ങനെ രാഘവേട്ടൻ പറയുന്നത് വിഷ്ണു അവിടെ നിന്ന് കേട്ടങ്ങ് ഞെട്ടിപ്പോവുകയാണ്. ദൈവമേ, അച്ഛൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കുവോ? ഓട്ടോറിക്ഷ ഡ്രൈവർമാർ പറഞ്ഞു, സാറേ, ഞങ്ങൾ വെറുതെ ഇതുവഴി നടന്നു പോയതാ, അല്ലാതെ വേറെ ഒന്നുമല്ല. അവന്മാർ പറയുന്നത് കള്ളവാണെന്ന് പോലീസുകാർക്ക് മനസ്സിലായിട്ട് ഇവന്മാരെ ആ ജീപ്പിലോട്ട് കയറ്റ് എന്ന് പറഞ്ഞിട്ട് ആ SI രാഘവേട്ടനോട് ചോദിക്കുന്നത്, മോൻ വന്നെന്ന് പറഞ്ഞിട്ട് എവിടെ? മോൻ എങ്ങോട്ട് പോയി? മോൻ വേണ്ട അങ്ങോട്ട് എന്ന് രാഘവേട്ടൻ വീണ്ടും ബോധമില്ലാത്ത പോലെ പറയുന്നുണ്ട്. ആ SI വീണ്ടും ചോദിക്കുന്നു, മോനെ കണ്ടോ? ഞാൻ കണ്ടു, അവൻ ഇവിടെ വന്നതായിരുന്നു. എങ്ങോട്ട് പോയി? എന്നൊക്കെ ഒരുമാതിരി സംസാരിക്കുന്നത് കണ്ടപ്പോൾ SIക്ക് മനസ്സിലായി പുള്ളിക്കാരന് ബോധമില്ലാതെ സംസാരിക്കുവാണെന്ന്. വിഷ്ണു ആണെങ്കിൽ അവിടെ മറഞ്ഞു നിന്നതൊക്കെ കാണുവാണ്. വിഷ്ണുവിന് വല്ലാത്ത സങ്കടം തോന്നുന്ന അച്ഛൻ്റെ ആ അവസ്ഥ കണ്ടിട്ട്. ശാലിനി ആണെങ്കിൽ ഒരു ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. ഓരോരുത്തരോട് പപ്പിമോടെ ഫോട്ടോ കാണിച്ച് ചോദിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ശ്യാമയും പപ്പിമോളെ തിരക്കി വരുന്നത് ശാലിനി കാണുന്നുണ്ട്. പെട്ടെന്ന് ഓട്ടോറിക്ഷ അവിടെ നിർത്തിയിട്ട് ശാലിനി ഓടിച്ചെന്ന് ശ്യാമയെ വിളിക്കുവാണ്. എൻ്റെ കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശ്യാമ ശാലിനിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് നമ്മുടെ പപ്പിമോള് എന്നും പറഞ്ഞ് ഏങ്ങി കരയുവാണ്. നീ കരയാതെ ശ്യാമേ, വാ നമുക്ക് നോക്കാം, നീ വന്ന് വണ്ടി കയറ് എന്നും പറഞ്ഞ് ശ്യാമയും കൂട്ടിയിട്ട് ശാലിനി വീണ്ടും യാത്ര തുടരുവാണ്. ശ്യാമ ഓട്ടോയിലിരുന്ന് പൊട്ടിക്കരയുവാണ്. ഉറങ്ങുമ്പോൾ എൻ്റെ കുഞ്ഞിനെ എൻ്റെ നെഞ്ചോടെ ചേർത്ത് കിടത്തിയ കുഞ്ഞേച്ചി ഞാൻ ഉറങ്ങിയത്. പിന്നെ എവിടെ പോയെന്ന് എനിക്കറിയില്ല കുഞ്ഞേച്ചി, എനിക്ക് വയ്യ ഇനി ഇങ്ങനെ തീ തിന്നാൻ. മോള് പേടിച്ച് വല്ല കടയുടെ വരാന്തരയിൽ എവിടെയെങ്കിലും നിപ്പോൾ ഉണ്ടാവും. നമ്മളാരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷിച്ചായിരിക്കും കുഞ്ഞ് നിൽക്കുന്നത്. നീ കരയാതെ ശ്യാമേ, നമുക്ക് നോക്കാം. എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കുഞ്ഞേച്ചി, ഞാൻ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? പപ്പിമോളെ കാണാനില്ലെന്ന വിവരം പറയാൻ വേണ്ടി ഞാൻ എങ്ങനെല്ലാം രോഹിത്തിനെ വിളിച്ചെന്നറിയാവോ കുഞ്ഞേച്ചി? രോഹിത്തൊന്ന് എഴുന്നേക്കുക പോലും ചെയ്തില്ല. രോഹിത്തിനിപ്പം മദ്യം മതിയല്ലോ, എന്നെയും എൻ്റെ കുഞ്ഞിനെയും വേണ്ടല്ലോ. രോഹിത്തിൻ്റെ അടുത്തുനിന്ന് ഇനി ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി ശ്യാമേ. അവനിന്ന് നിങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് അകലെയാണ്. എന്നാലും കുഞ്ഞേച്ചി, നമ്മുടെ മോള്, അവൾക്ക് എന്തു പറ്റി? ഒന്നും സംഭവിക്കില്ല ശ്യാമേ, നീ സമാധാനമായിട്ടിരിക്കും. ദൈവമുണ്ട് എൻ്റെ മോൾക്ക് കൂട്ടായിട്ട്. ശ്യാമയെ അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നെങ്കിലും ശാലിനിയുടെ ഹൃദയം വിങ്ങി പൊട്ടുവാണ്. അവൾ നൊന്ത് പ്രസവിച്ച മോളല്ലേ പപ്പി. ശാരദാമ്മയുടെ ഫോൺ ശാലിനിക്ക് വരുന്നു. മോളെ എന്തായി? പപ്പിമോളെ കണ്ടോ? ഇല്ലമ്മേ, ശ്യാമയെ എൻ്റെയോടൊപ്പം ഉണ്ട്. ഞങ്ങൾ പപ്പിമോളെ അന്വേഷിച്ച് പോയിക്കൊണ്ടിരിക്കുക. മോളെ, നിങ്ങൾ ഈ രാത്രിയിൽ ഇങ്ങനെ നടന്ന് അന്വേഷിച്ചിട്ട് കാര്യമില്ല. എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണം. ഇത്രയും നേരമായിട്ടും കുട്ടിയെ കണ്ടില്ലെങ്കിൽ എന്താ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാഞ്ഞതെന്ന് അവർ ചോദിക്കും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മോള് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈൻറ്റ് കൊടുക്ക്, അല്ലെങ്കിൽ അത് വലിയ കുഴപ്പത്തിൽ കൊണ്ടാക്കും. ആരൊക്കെ അന്വേഷിച്ചാലും നമുക്ക് നമ്മുടെ മോളെ കണ്ടെത്തണം. നിങ്ങളിനി എന്നെ ഇങ്ങോട്ട് വിളിക്കുന്നത് പപ്പിമോളെ കിട്ടിയെന്ന് പറയാൻ വേണ്ടി മാത്രമായിരിക്കണം. ഞാൻ പറഞ്ഞത് കേട്ടല്ലോ? ശരി അമ്മേ എന്നും പറഞ്ഞ് ശാലിനി അവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ നമ്മുടെ രാഘവേട്ടൻ ഉറക്കത്തിലുള്ള ദേശാടനയൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ വന്ന് ലൈറ്റിട്ട് സത്യഭാമയെ വിളിക്കുവാണ്. കൂടെ കിടന്ന രാഘവേട്ടൻ എപ്പോഴിറങ്ങിപ്പോയെന്നോ ഒന്നും അറിയാതെ നമ്മുടെ സത്യാമ്മ കിടന്നിങ്ങനെ കൂർക്കം വലിച്ചുറങ്ങുവാണ്. രാഘവേട്ടനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഫാമേന്നിങ്ങനെ സന്തോഷത്തോടെ കിടന്ന് വിളിക്കുവാണ്.
സത്യാമ്മയാണെങ്കിൽ ഉറക്കത്തിൽ ഞരങ്ങുകയും മുളുകയൊക്കെ ചെയ്യുവാണ്. ഫാമേ നീ ഒന്ന് എഴുന്നേറ്റേ, നിന്നെ കാണാൻ വേണ്ട ഒരാൾ വന്നിട്ടുണ്ട്. പിന്നെ ആരാ ഈ രാത്രിയിൽ എന്നെ കാണാൻ വരുന്നത്? പിച്ചും പെയ്യും പറയാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് രാഘവേട്ട. രാഘവേട്ടന് വിടുന്ന ലക്ഷണമില്ല. കാരണം രാഘവേട്ടൻ ഭയങ്കര സന്തോഷത്തിലാണ്. കൂടെ പപ്പിമോളെയല്ലേ കൊണ്ടുവന്നിരിക്കുന്നത്. ഫാമേ ഞാൻ പറയുന്നത് സത്യവാ, നീ ഒന്ന് എഴുന്നേക്ക്, നീ എഴുന്നേറ്റിട്ടൊന്ന് നോക്ക്. എന്താ രാഘവേട്ട എന്നും പറഞ്ഞ സത്യാമ്മ ഇങ്ങനെ കണ്ണു തിരുമ്മി പതുക്കെ എഴുന്നേക്കുന്നുണ്ട്. നോക്ക് ഫാമേ, ദേ അങ്ങോട്ട് നോക്ക്, ആരാ വന്നിരിക്കുന്നതെന്ന് കണ്ടോ? സത്യാമ്മ ഇങ്ങനെ കണ്ണു തിരുമ്മി നോക്കുമ്പോൾ നമ്മുടെ പപ്പിമോൾ ഇങ്ങനെ നടന്നു വരുവാണ് അകത്തോട്ട്. സത്യാമ്മയ്ക്ക് സത്യാമ്മയുടെ കണ്ണുകളെ പോലും വിശ്വസിക്കാനാകുന്നില്ല. അയ്യോ ഇത് പപ്പിമോളല്ലേ എന്നും പറഞ്ഞ സത്യാമ്മ അങ്ങ് ഞെട്ടുവാണ്. മോളി രാത്രിയിൽ ആര് കൊണ്ടുവന്ന് എൻ്റെ മോളെ ഇങ്ങോട്ട്? രാഘവേട്ട ആരാ മോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? അത് പിന്നെ ഫാമേ എന്ന് പറയുന്നതല്ലാതെ ബാക്കി പറയാൻ രാഘവേട്ടന് പറ്റുന്നില്ല. ആരാ മോളെ കൊണ്ടുവന്നത് എന്ന് സത്യാമ്മ ചോദിക്കുമ്പോൾ പപ്പിമോള് പറയുന്നു അച്ചാച്ചനാ. അച്ചാച്ചനോ? സത്യാമ്മയ്ക്ക് വീണ്ടും ഞെട്ടല്. രാഘവേട്ട നിങ്ങൾ പപ്പിയെ വിളിക്കാൻ പോയിരുന്നോ? ഫാമേ അത് രാഘവേട്ടന് പറയാൻ കഴിയുന്നില്ല. രാഘവേട്ട ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങൾ പപ്പിയെ വിളിക്കാൻ പോയിരുന്നോന്ന്? അല്ല അങ്ങനെ ചോദിച്ചാൽ ഞാനിപ്പോൾ എന്തൊക്കെയോ രാഘവേട്ടൻ ഇങ്ങനെ ഓർക്കാൻ ശ്രമിക്കുന്നുണ്ട്. സത്യാമ്മ അത് കണ്ട് സങ്കടത്തോടെ രാഘവേട്ടനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുവാണ്. ദൈവമേ, ഡോക്ടർ പറഞ്ഞതുപോലെ രാഘവേട്ടൻ ഓർമ്മ നഷ്ടപ്പെടുന്നുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക്. പാവം, ഇറങ്ങിപ്പോയതുപോലും ഞാൻ അറിഞ്ഞില്ലല്ലോ. ശാലിനിയും ശ്യാമയും കൂടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുവാണ്. നൈറ്റ് ഡ്യൂട്ടിയിലിരുന്ന പോലീസുകാരൻ നല്ല ഉറക്കം. ശാലിനി വന്ന് ഹലോ എക്സ്ക്യൂസ് മീ സാർ എന്നൊക്കെ പറഞ്ഞിട്ടും പോലീസുകാരനെ അവിടെ കേൾക്കാനാണ് പുള്ളി നല്ല ഉറക്കം. പെട്ടെന്ന് ശാലിനി ആ ടേബിളിൽ ഇങ്ങനെ ആഞ്ഞടിക്കുവാണ്. ആ ശബ്ദം കേട്ട് ഞെട്ടി ഉണർന്ന പോലീസുകാരൻ ദേഷ്യത്തോടെ ശാലിനിയെ നോക്കുവാണ്. ഈ പാതിരാത്രിക്ക് നിങ്ങൾക്ക് ഉറക്കമൊന്നും ഇല്ലേ? ശാലിനി പറയുക, സുഖമായിട്ട് കിടന്നിങ്ങനെ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ലല്ലോ പോലീസ് സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി വെച്ചിരിക്കുന്നത്. എങ്കിൽ പിന്നെ വീട്ടിൽ പോയി കിടന്നുറങ്ങിയാൽ പോരെ? ഇതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? ജില്ലാ കളക്ടർ എന്ന് പറയും. അങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ പോലീസുകാരൻ എഴുന്നേറ്റ് തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് സോറി മാഡം. CI ഇല്ലേ ഇവിടെ? ഇല്ല മാഡം, സാറൊരു പെട്രോളിങ്ങിന് പോയിരിക്കുക. അയ്യോ മാഡം ഇങ്ങോട്ടിരിക്കുക. മാഡം ഞാൻ ആളറിയാതെയാ, ഒന്നും മനസ്സിൽ വെക്കല്ലേ മാഡം. മാഡം എന്താ ഇപ്പോഴിങ്ങോട്ട് വന്നേ? അത് ഞങ്ങളുടെ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും CI സാറും മറ്റു പോലീസുകാരും എല്ലാം കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ശാലിനിയെ കണ്ടതും CI സാർ ചോദിക്കും, എന്താ മാഡം ഈ രാത്രിയിൽ? അത് ഞങ്ങളുടെ മോള് മിസ്സിംഗ് ആണ്, ഞങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. അപ്പോഴാ പോലീസ് ഓഫീസർ പറയുന്നുണ്ട് നമ്മളാ കണ്ട കുട്ടി ആയിരിക്കുമോ അതിൻ്റെ മുത്തച്ഛനോടൊപ്പം നമ്മൾ പറഞ്ഞു വിട്ടത്. അയ്യോ അത് കേട്ട് ശാലിനിയും ശ്യാമയും അങ്ങ് ഞെട്ടുവാണ്. ദൈവമേ, കുഞ്ഞിനെ ആരോടൊപ്പമാണ് പറഞ്ഞു വിട്ടത്? അപ്പോൾ അതിലൊരു പോലീസുകാരൻ പറയുന്നു രാഘവൻ നായർ എന്ന് പറയുന്ന ഒരാളിനോടൊപ്പം ആ കുട്ടിയെ വിട്ടത്. ശ്യാമ പറയുന്ന അയ്യോ അത് ഞങ്ങളുടെ അച്ഛനാ, പക്ഷെ അച്ഛൻ ഇങ്ങനെ പുറത്തിറങ്ങി നടക്കത്തില്ലല്ലോ. മാഡം കുട്ടിയുടെ ഫോട്ടോ വല്ലതും കയ്യിലുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കാണിച്ച്. പെട്ടെന്ന് ശാലിനി പപ്പിമോളുടെ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. അപ്പോഴവർ നോക്കിയിട്ട് പറയും മാഡം ഈ കുട്ടിയെ തന്നെയാണ് ഞങ്ങൾ കണ്ടത്. രാത്രിയിൽ ഒറ്റയ്ക്ക് നടന്നു വന്ന കുഞ്ഞിനെ ഇവന്മാർ ഉപദ്രവിക്കാൻ ശ്രമിച്ച് കൃത്യസമയത്ത് കുട്ടിയുടെ മുത്തശ്ശൻ വന്നതുകൊണ്ട് വലിയൊരു ദുരന്തം എന്തായാലും ഒഴിവായി. അപ്പോഴേക്കും ഞങ്ങളും അവിടെ എത്തി. ശ്യാമ ചോദിക്കുന്നു അയ്യോ അപ്പോഴെൻ്റെ മോള് അത് മുത്തശ്ശനോടൊപ്പം ഞങ്ങൾ പറഞ്ഞു വിട്ടു. കുട്ടി ഇപ്പം സുരക്ഷിതമായി വീട്ടിലെത്തിക്കാണും. ഉടനെ തന്നെ ശാലിനി രാഘവേട്ടൻ്റെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ട് പറയുന്നു നിങ്ങൾ പറയുന്ന മുത്തശ്ശൻ ഇതുതന്നെയാണോ എന്നൊന്ന് നോക്കിക്കേ. അതെ മാഡം, രാഘവൻ നായർ. അപ്പോൾ മാഡം ഇവന്മാരെ ഇനി എന്ത് ചെയ്യണം? അവന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ എന്നും പറഞ്ഞ് ശാലിനിയുടെ മുന്നിലോട്ട് അവരെ കൊണ്ടുവരുന്നുണ്ട്. ഇവരെ ഇനി എന്ത് ചെയ്യണം മാഡം? ഞാൻ വിളിച്ചു പറയാം. ഇവരെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലല്ലോ. രാത്രിയിൽ ബസ് കിട്ടാതെ വിഷമിക്കുമ്പോൾ ആൾക്കാർ വീട്ടിലെത്താൻ വേണ്ടി ആശ്രയിക്കുന്നത് ഓട്ടോറിക്ഷയാണ്. അപ്പോൾ ആ വാഹനം ഓടിക്കുന്നവർക്ക് ആദ്യം വേണ്ടത് മനുഷ്യത്വമാണ്. മനസ്സിൽ നന്മ വേണം. എന്നെങ്കിലേ ആ ഓട്ടോറിക്ഷയിൽ കയറുന്നവർക്ക് താൻ സുരക്ഷിതമായി വീട്ടിലെത്തുമെന്നുള്ള വിശ്വാസം ഉണ്ടാകത്തുള്ളൂ. അതിന് വേണ്ടതേ നല്ല സ്വഭാവ ഗുണമുള്ള ഓട്ടോറിക്ഷ ഡ്രൈവർമാരാ, അല്ലാതെ ഇതുപോലെ സ്ട്രീറ്റ് റൗഡികളല്ല. ഇവന്മാരുടെ കാര്യം നമുക്ക് നാളെ തീരുമാനിക്കാം. ശാലിനി എന്നിട്ട് ദേഷ്യത്തോടെ ആ ഓട്ടോറിക്ഷ ഡ്രൈവർമാരോട് പറയുക എൻ്റെ കൊച്ചിൻ്റെ കൈത്തണ്ടയിലെങ്ങാനും പോലും നിങ്ങൾ തൊട്ടിട്ടുണ്ടെങ്കിൽ പോക്സോ കേസിൽ അറസ്റ്റാ. ഇത് പറയുന്നത് ശാലിനിയാ, ശാലിനി വിഷ്ണു. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ ആ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇനി രാഘവേട്ടൻ്റെയും പപ്പിമോളുടെയും കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കുമെന്നുള്ളത് നാളത്തെ റിവ്യൂവിൽ പറയാം. ഞാൻ പറയുന്ന റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.